അപ്പം മൊഡ്യൂൾ 5 തുടങ്ങുമ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള LPP ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. Z ഈക്വൽ ടു C1H1 പ്ലസ് C2H2 പ്ലസ് അപ് ടു CnHn. അതിന് കുറച്ച് അതാണ് അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ച് കൺസ്ട്രെയിൻസ് കാണും. അതിനെ നമുക്ക് ഇങ്ങനെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും ഉണ്ട്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ ഉണ്ട്. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ A11H1 പ്ലസ് A12H2 പ്ലസ് A1nHn അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊരു ജനറൽ റെപ്രസെന്റേഷനാണ്. പിന്നെ അതിന് 3 രീതി വരാം. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V1, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു V1, അല്ലെങ്കിൽ ഈക്വൽ ടു V1 എന്നും വരാം. ഇനിയും ഇതിനകത്തിൽ CI എന്ന് പറയുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കോഎഫിഷ്യൻസ്. BJ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ്, ആ റൈറ്റ് സൈഡിൽ വരുന്നത് സ്ട്രക്ചർ പറയുന്നത് ആ ഒരു A11 A21 അത് സ്ട്രക്ചർ കോഎഫിഷ്യൻ. CI അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുള്ള C1 C2 Cn എന്ന് പറയുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കോഎഫിഷ്യൻസ്. അത്ര മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാനുഫാക്ചറർ ഓഫ് ഫർണിച്ചർ മേക്സ് 2 പ്രോഡക്ട്സ് ചെയർ ടേബിൾ. ഒരു മാനുഫാക്ചറർ 2 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചെയറും ടേബിളും. അതെന്ന് പറയുന്നത് 2 മെഷീനിലാണ് ചെയ്യുന്നത്. എന്താ? മെഷീൻ എ, മെഷീൻ ബി. പിന്നെ മെഷീൻ ബിയിലാണ് അത് ചെയ്യുന്നത്. മെഷീൻ എയിൽ ഷെയറിന് 2 hours ആണ് റിക്വയർമെന്റ്. മെഷീൻ ബിയിൽ ഷെയറിന് എത്ര അവേഴ്സ് എടുക്കത്തുള്ളൂ? 6 hours എടുക്കത്തുള്ളൂ. ടേബിളിനാണെങ്കിൽ മെഷീൻ എയിൽ 5 hours, മെഷീൻ ബിയിൽ ടേബിളിന് പ്രത്യേകിച്ച് ടൈം ഒന്നും എടുക്കുന്നില്ല. ഇനിയും ഒരു ഡേയിൽ നമുക്ക് 16 hours ഓഫ് ടൈം ഉണ്ട് എന്താ മെഷീൻ എയിൽ ചെയ്യാൻ. മെഷീൻ ബിയിൽ 30 hours ഓഫ് ടൈമാണ് മെഷീൻ ബിയിൽ അലോക്കേറ്റഡ്. ഇനിയും ചെയറിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹1ഉം ടേബിളിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹5ഉം ആണ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന സംഭവം. ഇതിനെ ഒരു LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമൈസ് ചെയ്യാനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ പ്രോഡക്റ്റ് ഏതാ? ഷെയർ ടേബിൾ. അതാണ് നമ്മൾ ഇവിടുത്തെ H1 H2 അതിൻ്റെ സ്ഥാനത്ത് വരുന്നത്. പിന്നെന്തോ ഉള്ളത്? മെഷീൻ എ, മെഷീൻ ബി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം മെഷീൻ എക്ക് ചെയർ ഉണ്ടാക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നത്? 2 hours. ഇനി മെഷീൻ എക്ക് ടേബിളിന് എടുക്കുന്ന സമയം എത്ര? 5 hours. ഇനി നെക്സ്റ്റ് മെഷീൻ ബിയിൽ ചെയറിന് എടുക്കുന്ന എത്ര? 6 hours. മെഷീൻ ബിക്ക് ടേബിളിന് എടുക്കുന്ന എത്ര? പ്രത്യേകിച്ച് ഒരു അവറും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര കൊടുക്കാം? 0 കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിൽ എന്ത് കൊടുക്കാം? ടൈം കൊടുക്കാമല്ലോ. ടൈം കൊടുക്കുമ്പോ എത്ര? മെഷീൻ എക്ക് ടോട്ടൽ എത്ര ടൈം ഉണ്ടെന്നാ പറഞ്ഞത്? 16 hours. മെഷീൻ ബിക്ക് 30 hours. പിന്നെ അതിന്റെ കോസ്റ്റ് ആണ്, അതായത് പ്രോഫിറ്റ് ആണ് താഴെ കൊടുക്കുന്നത്. ₹1 ചെയറിന്, ₹5 എന്താ ടേബിളിന്. ഇനി ജനറൽ ആയിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇക്വേഷൻ എടുത്ത് Z equal to C1H1 plus C2H2 up to CnHn. H1 എന്താ ഇവിടെ? ചെയർ ആണെന്ന് പറഞ്ഞു, H2 ടേബിൾ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതാം? Z equal to എങ്ങനെ എഴുതാം? ഇവിടുത്തെ പ്രോഫിറ്റ് എന്താ? C1 എന്താന്നാ പറഞ്ഞത്? കോസ്റ്റ് കോഎഫിഷ്യന്റാ. കോസ്റ്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോസ്റ്റ് ഏതാ? ₹1 ഇൻറ്റു, അതായത് ചെയറിന്റെ ആണ്. ₹1 ഇൻറ്റു ചെയറിന്റെ വേരിയബിൾ ഏതാ? H1 പ്ലസ് ₹5 ഇൻറ്റു എന്താ? ടേബിളിന്റെ ഏതാ? ടേബിളിന്റെ വേരിയബിൾ ഏതാ? H2. അപ്പൊ 1 ഇൻറ്റു H1 പ്ലസ് 5 ഇൻറ്റു H2 സബ്ജക്ട് ടു ദ കോൺസ്ട്രെയിൻസ്. സബ്ജക്ട് ടു ദ കോൺസ്ട്രെയിൻസ് ഏതാ? മെഷീൻ എയുടെ കൺസ്ട്രെയിന്റ് എങ്ങനെ എഴുതാം? മെഷീൻ എയുടെ ആ ഒരു റോ നോക്കിയാൽ മതി. 2 ഇൻറ്റു H1 പ്ലസ് 5 ഇൻറ്റു H2. പിന്നെ ഇവിടെ എന്താന്നാ പറഞ്ഞത്? H2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. നെക്സ്റ്റ് മെഷീൻ ബിയുടെ എങ്ങനെ വരും? 6H1 plus 0H2 less than or equal to 30. H1 H2 നോൺ നെഗറ്റീവ് കോൺസ്ട്രെയിൻസ്, അതിനെ എങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ പിന്നെ നമുക്ക് എന്താ? മാക്സിമൈസ് ചെയ്യാൻ. അപ്പൊ LPP ഈസ് max Z equal to ആ ഒരു ഇക്വേഷൻ, ഇസഡിന്റെ ഇക്വേഷൻ H1 plus 5H2 സബ്ജക്ട് ടു ആ പറഞ്ഞ കൺസ്ട്രെയിൻസിൽ എഴുതുക. 2H1 plus 5H2 less than or equal to 16, 6H1 less than or equal to 30, H1 H2 greater than or equal to 0. ഇനി ഇതേമാതിരിയുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ പിന്നെ ഇതേമാതിരിയുള്ളത് അടുത്തത് മാക്സിമൈസ് ചെയ്യാൻ. നെക്സ്റ്റ് അത് നോക്കിയിട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി Z equal to 60H1 plus 40H2 എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് 2H1 plus H2 less than or equal to 60, H1 less than or equal to 25, H2 less than or equal to 35, H1 H2 greater than or equal to 0. അത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ്, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക്
ഇതിനെ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള കൺസ്ട്രെയിൻസിൻ്റെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ലെസ് ആൻ ഓർ ഈക്വൽ ടു മാറ്റി ഈക്വൽ ടു ആക്കും. കാരണം നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ലെസ് ആൻ ഓർ ഈക്വൽ ടു വെച്ചിട്ട് വരയ്ക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ലെസ് ആൻ ഓർ ഈക്വൽ ടു മാറ്റി എല്ലാം എന്താക്കും, ഈക്വൽ ടു ആകും. അപ്പോൾ റൈറ്റിംഗ് ദ ഈക്വാലിറ്റീസ് കൺസ്ട്രെയിൻസിന്റെ ലെസ് ആൻ ഓർ ഈക്വൽ ടു സൈൻ മാറ്റുന്നു. 2h1 + h2 = 60, h1 = 25, h2 = 35. ആ h1, h2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതിനെ ഒന്നും ചെയ്യില്ല, അത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിന്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, h1 h2 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിനെ ഒന്നും ചെയ്യണ്ട. ഇനി ഫസ്റ്റ് നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എടുക്കുവാണ്. ഏതാ? 2h1 + h2 = 60. അതിനകത്ത് എന്തോ ചെയ്യുന്നത്, നമ്മൾ പോയിന്റ് എടുക്കണം. പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്തോ ചെയ്യുന്നത്, h1ന് 0 ഇട്ട് കൊടുത്തിട്ട് h2ന് എന്താ വരുന്നതും കൊടുക്കുക. അത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയിന്റ് ഏതാ? h1ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ h2 എന്ത് വരും? h1ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ h2 60, പിന്നെ h2ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ h1 എന്ത് വരും? 2h1 = 60, h1 എന്ത് വരും? 30 വരും. അങ്ങനെ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഇനി h1 എന്താ 25 ആണെന്നും പറയുന്നുണ്ട്, h2 എന്താ 35 എന്ന് പറയുന്നത്. അത് അവിടെ കണ്ടുപിടിക്കാനൊന്നും ഇല്ല. h1 25 ആകുമ്പോൾ h2 എന്തുവാ? 0. h2 35 ആകുമ്പോൾ h1 എന്തുവാ? 0. അതായത് അതെന്ന് പറയുന്നത് നമ്മുടെ h ആക്സിസിലും y ആക്സിസിലും വരുന്ന പോയിന്റ്സ്, അതിനെ ഒന്നും ചെയ്യണ്ട. ഇനി നെക്സ്റ്റ്, ഇനി വേറെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിരുന്നു തന്നിരുന്നെങ്കിൽ, ഇപ്പം h1 = 25, h2 = 35 വരെ വേറെ എന്തെങ്കിലും ഇക്വേഷൻ ആയിരുന്നെങ്കിൽ അതിന് വരുന്ന ആദ്യത്തേത് കണ്ടുപിടിച്ച പോലെ പോയിന്റ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഞാനൊരു അസൈൻമെന്റ്, എൻ്റെ സെക്കൻഡ് അസൈൻമെന്റ് നോക്കി, അതിനകത്ത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ഇതേപോലെ വേറെ കുറെ ഇക്വേഷൻ വന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നീ നോക്കിയിട്ട് എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇനി ഗ്രാഫ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രാഫിന്റെ സ്കെയില് നമുക്ക് ഇവിടെ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ നോക്കിയാൽ മതി. 60 ഉണ്ട്, 30 ഉണ്ട്, 25 ഉണ്ട്, 35 ഉണ്ട്. അപ്പൊ നമ്മൾ 5, 10, 15, 20 ആ ഒരു രീതിക്ക് അങ്ങ് എടുക്കാം. മേളത്തെ വൈക്കകത്ത് എന്ത് വൈ വാല്യൂസ് ഏതൊക്കെയാ വരാറ്? അതായത് h2 ഏതൊക്കെയാ വരാറുള്ളത്? 60 വന്നിട്ടുണ്ട്, 35 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 10, 20, 30 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 5, 10, 15 നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ട് ഏതാണോ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഏതാണോ അത് കൊടുക്കാം. ഇനിയും ഓരോ ലൈനായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുക. 2h1 + h2 = 60യുടെ പോയിന്റ്സ് ഏതൊക്കെയാ? 0, 60, 30, 0. 0, 60 എന്ന് പറയുമ്പോൾ എന്താ? x2ന്റെ ആക്സിസേ വരും. അതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ്. പിന്നെ 30, 0 എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും വരുന്നത്? 30, 0 എന്നുണ്ട് ഇവിടെ ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 30, 0. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് 2h1 + h2 = 60. ഇനി നെക്സ്റ്റ് ലൈൻ എന്താ പറയുന്നത്? h1 = 25. h1 ഏതാ? ഈ ഒരു ആക്സിസ്. h1 25 ഇവിടെ. അപ്പൊ അതിൽ കൂടെ ഒരു ലൈൻ ജസ്റ്റ് വരയ്ക്കുക. വേറൊരു പോയിന്റ് ഇല്ലല്ലോ, അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി അടുത്ത എന്താ? h2 = 35. h2 അതായത് h2 = 35, 30യും 40യും എവിടെ എടുത്തിരിക്കുന്നത്? അപ്പൊ അതിന്റെ നടുക്ക് വെച്ചെടുത്താൽ മതി. h2 = 35 വന്നു. ഇനി നമുക്ക് എല്ലാ ലൈനും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റീജിയൻ നോക്കണം. റീജിയൻ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു h1, h2 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ റീജിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലായിരുന്നു തന്നിരുന്നത്. അതായത് എല്ലാത്തിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് ഈ ലൈൻ ഇപ്പൊ 2h1 + h2 = 60 എന്ന് പറയുമ്പം ആ ഒരു ലൈനിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകാൻ പറ്റില്ല. റൈറ്റ് സൈഡിലോട്ട് പോയാൽ അതെന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പൊ h2 = 35 എന്നൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ താഴോട്ടായിരിക്കും എന്ത്? 35ൽ കുറവ്, മേളിലോട്ട് എന്താ? 35 കൂടുതൽ. അപ്പൊ നമുക്ക് ആ ലെസ് ദാൻ റീജിയൻ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ആരോ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 2h1 + h2 = 60 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? ആ ലൈനിന്റെ റൈറ്റ് സൈഡിലോട്ട് പോകാൻ ഒക്കത്തില്ല, ലെഫ്റ്റ് സൈഡിലോട്ട് മാത്രം. അതാണ് അതിന്റെ ലെസ് ദാൻ എന്നുള്ള ഭാഗം. ഇനി h2 = 35 ആണെങ്കിൽ താഴോട്ടാ ലെസ് ദാൻ ആ ഒരു റീജിയൻ വരുന്നത്. h1ന്റെ ആണെങ്കിൽ എന്താ? h1 = 25 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആ ഒരു റീജിയൻ ലെസ് ദാൻ. ഇനി ഈ മൂന്നിടത്തുനിന്നും കോമൺ ഏതാ വരുന്നത്? ആ ഷെയ്ഡഡ് റീജിയൻ. അപ്പൊ ആ ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതിന്റെ ഒരു പേര് കൊടുക്കുന്നു OABCD. ഇനി ഈ OABCD അതായത് ആ ഒരു ജോയിൻ ചെയ്യുന്ന പോയിന്റ് OA, പിന്നെ എവിടെ മുട്ടുന്നത്? ലൈൻ എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ കൊടുക്കണം. BA, CA, D ആ ഒരു നമ്മുടെ റീജിയനിലെ എവിടെയൊക്കെ ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ OABCD. ഇനി ആ OABCD ആ
ആ പോയിന്റ്സ് എടുക്കണം. ഓ അറിയാം 0 0 ഒറിജിന, എ നമുക്ക് ഓൾറെഡി ഉണ്ട് 0 35, സിയും അറിയാം 25, സി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 25 ആ ഒരു പോയിന്റ് നോക്കണം. ഡി 25 0 എന്ന് പറയാം. സി എന്ന് പറയുന്നത് ഏത് ലൈനിലാണ് കിടക്കുന്നത്? H1 = 25. അപ്പൊ H1 അറിയാം കോർഡിനേറ്റ് എന്താ 25. ഇനി സിയുടെ H2 കോർഡിനേറ്റ് നോക്കാം. നേരെ ഈ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ മതി. സിയുടെ ലെഫ്റ്റിലോട്ട് പ്ലോട്ട് ചെയ്ത് ജസ്റ്റ് പെൻസിൽ കൊണ്ട് ലൈറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 10 ആണെന്ന് മനസ്സിലാവും. അപ്പം അത് 25 10. ഇനി ബി നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിട്ടാണ് കിടക്കുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ബി എന്ന് പറയുന്ന പോയിന്റ് 30, ബി എന്ന് പറയുന്ന പോയിന്റ് ഏത് ലൈനിലാണ്? H2 = 35. അപ്പൊ H2 ആ ഒരു കോർഡിനേറ്റ് എന്താ 35 ആണെന്ന് നമുക്കറിയാം. H2 35 ആണെങ്കിൽ H1 എന്ത് വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്താ പറയുക ഗ്രാഫിൽ തന്നെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്തെടുക്കാം. ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര 12.5 ആണെന്ന് മനസ്സിലാവും. അല്ലാതെ നമുക്ക് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായാലും H1 12.5 ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ ചിലതൊക്കെ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. ഇപ്പൊ 25 10 എന്ന് പറയുമ്പോൾ 10 ഡയറക്റ്റ് നേരെയാണെങ്കിൽ അത് 10 ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ അത് എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. H1 H2 ഉള്ളിടത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ H2 ഏതാന്ന് അല്ലെങ്കിൽ H1 ഏതാന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് H2 കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും ആ ഒരു റീച്ച് ചെയ്യേണ്ട പോയിന്റ്സ് മുന്നേ എടുക്കുക. എന്നിട്ട് പോയിന്റ്സ് H1 H2 Z. ഇനി ഓരോ പോയിന്റും എടുത്തിട്ട് അത് നമ്മൾ ആ Z ഫംഗ്ഷനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. Z ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മാക്സിമം വാല്യൂ ആർക്കാണോ ആ പോയിന്റ്, ഇവിടെ മാക്സിമം വാല്യൂ 2150, അത് ആറ് പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ എന്താ? H1 = 12.5, H2 = 35. ഇനി ഇതേമാതിരി ഒരു പ്രോബ്ലം തന്നിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ പ്രോബ്ലം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ടേബിളൊക്കെ വരയ്ക്കാൻ അറിയാമല്ലോ, നേരത്തെ ചെയ്തോലെ തന്നെ. ഇപ്പൊ ഇവിടെ മിനിമൈസ് ചെയ്യാൻ കൺസ്ട്രെയിൻസ് ഒക്കെ എഴുതി ജസ്റ്റ് വെച്ചു. ഇനി ഈ LPB ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താക്കണം? ഇൻഈക്വാലിറ്റീസ് എല്ലാം എന്താക്കണം? == ആക്കണം. അപ്പൊ ഇവിടെ == ആക്കി പിന്നെ ഓരോ ഇക്വേഷനായിട്ട് എടുത്ത് H1 0 ഇട്ട് കൊടുത്ത് H2 0 ഇട്ട് കൊടുത്തു. ഇവിടെ H1 0 ഇട്ട് കൊടുത്തിട്ട് H2 0 ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വാല്യൂസ് കിട്ടും. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 വാല്യൂസ് കിട്ടി. ആ 3 ലൈൻ നമ്മൾ ആ പോയിന്റ്സ് വെച്ചിട്ട് വരച്ചു. പോയിന്റ്സ് വെച്ച് വരച്ചു കഴിഞ്ഞിട്ട് ഫീസിബിൾ റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ABCD എന്ന് പറയുമ്പോൾ ഈ 060, പിന്നെ 2020, 3612, പിന്നെ 90 ഈ ഒരു റീജിയൻ ആണ് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പം ഈ ഒരു ABCD എന്ന് പറയുമ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതെന്തുവാ, നമ്മുടെ സിമ്പൽ എന്തുവാ, അതായത് സിമ്പൽ അല്ല, നമ്മുടെ ഗ്രേറ്റർ ദാൻ ആയിരുന്നോ ലെസ് ദാൻ ആയിരുന്നു നമുക്കിവിടെ എന്നുണ്ട്. ഇവിടെ കൺസ്ട്രെയിൻസ് ഒക്കെ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഈ ഒരു ലൈൻ ഈ 15 H1 + 10.5 H2 = 450 എന്ന് പറയുന്ന ലൈനിന്റെ ലെസ് ദാൻ എവിടെ ആയിരിക്കും? ലെഫ്റ്റിലും. ഗ്രേറ്റർ ദാൻ എവിടെ ആയിരിക്കും? റൈറ്റിലും ആയിരിക്കും. റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഫുൾ സ്പേസിൽ എവിടെ വേണമെങ്കിലും വരാം. അതേപോലെ തന്നെ അടുത്ത ലൈൻ എടുത്ത് നോക്കുക. അടുത്ത ലൈൻ ഏതാ? 10 H1 + 45 H2. അതിന്റെ മേലോട്ട് എവിടെ വേണമെങ്കിലും വരാലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതേപോലെ തന്നെ അടുത്ത ലൈൻ 20 H1 + 40 H2 മേലോട്ട് എവിടെ വേണമെങ്കിലും വരാം. അപ്പം ആ ഒരു 3 ലൈനിന്റെ കോമൺ റീജിയൻ എടുക്കണം. അപ്പൊ ABCD ഈ ഒരു പോർഷൻ, അതായത് ഈ ABCD മാർക്ക് ചെയ്തിരിക്കുന്ന റൈറ്റിലോട്ടാണ് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. അതിന്റെ പോയിന്റ്സ് എടുക്കുന്നു, ABCയുടെ പോയിന്റ്സ് എടുക്കുന്നു. പോയിന്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ചെയ്തു പോവുക. ഇവിടെ 15 H1 + 20 H1 + 40 H2. ഇവിടെ H1 H2 വേണ്ടി സോൾവ് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് പോയിന്റ്സ് പ്ലോട്ട് ചെയ്തെടുക്കാൻ ഇവിടെ A അറിയാൻ 060 എന്ന്, D എന്താണെന്നറിയാം 90. B-യും C-യും പോയിന്റ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതിങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് കിടക്കുക എന്നല്ലായിരുന്നു ഉള്ളൂ. അപ്പൊ നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പോയിന്റ് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന്
വെച്ചാൽ ഇവിടെ ഏതൊക്കെ ലൈനാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 15H1 + 10.5H2 എന്ന് പറയുന്ന ലൈനും ഇവിടെ പിന്നെ ഏതാ ഈ ഒരു ലൈന് ഏതാ 20H1 + 40H2 കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആരെയാ കിട്ടുന്നത്? ബി കിട്ടുന്നത്. അപ്പൊ ആ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ പോയിന്റ് കിട്ടും എത്ര? 20. ഇനി അടുത്തത് നമ്മുടെ ഏതാ അടുത്തതെന്ന് പറയുമ്പോൾ സി ഏതൊക്കെ ലൈനിന്റെ ഇന്റർസെക്ഷൻ ആ? 10H1 + 45H2 20H1 + 40H2 ഇന്റർസെക്ഷനാ. അപ്പൊ അത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ ഏതിന്റെ വാല്യൂ കിട്ടും? സിയുടെ പോയിന്റ് വാല്യൂ കിട്ടും. പിന്നെ ഇട്ട് കൊടുക്കുക, ഇവിടെ മിനിമം പോയിന്റ് ആയിരുന്നു. അപ്പൊ മിനിമം ഏത് വാല്യൂ ആണെന്ന് നോക്കുക. മിനിമം ഏത് വാല്യൂ ആണ് കിടക്കുന്നത്? 3000 പോയിന്റ് എത്ര? 20. അപ്പൊ നമ്മൾ ഫൈനലി പ്രോബ്ലത്തിന്റെ കേസിൽ എങ്ങനെ എഴുതണം? 20 units of product 1 and 20 units of product 2 may be manufactured, so the cost is minimized. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗ്ലക്സ് മെത്തേഡാ. അത് കുറച്ച് മെനക്കേട് പണിയാ, അതവിടെ നിൽക്കട്ടെ. പിന്നെ വരുന്നത് ഇനി സിംഗ്ലക്സ് മെത്തേഡ് അവിടെ നിൽക്കട്ടെ. അത് കുറച്ച് ഫ്രഷ് മൈൻഡോടെ പഠിക്കുന്നതിൽ കൂടുതലല്ല. അത് മറ്റേ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഈ ഒരു ടോപ്പിക്കൂടെ പറഞ്ഞു നിർത്താം. ഗ്രേഡിയന്റ് ഡിസെന്റ് മെത്തേഡ്. ഗ്രേഡിയന്റ് ഡിസെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ a method used to find the local minimum of a function by iteratively moving in the direction of the steepest descent as defined by the negative of the gradient. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് സ്റ്റെപ്സ് പഠിച്ചാൽ മതി. അതിന്റെ ഡെഫിനിഷൻ ടൈം ഉണ്ടെങ്കിൽ പഠിച്ചാൽ അതങ്ങനെ ചോദിക്കത്തൊന്നും ഇല്ലായിരിക്കും. ഇടയ്ക്ക് അതിന്റെ ഗ്രേഡിയന്റ് ഡിസെന്റിന്റെ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. അത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിക്കണം, പ്രൊസീജിയറും അറിഞ്ഞിരിക്കണം. പ്രൊസീജിയറും ഡെഫിനിഷനും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൊസീജിയർ എഴുതാൻ അറിഞ്ഞിരിക്കണം, അതറിഞ്ഞാലേ പ്രോബ്ലം ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്തുവാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം, പിന്നെ ഹേഷ്യൻ മെട്രിക്സ്, പിന്നെ SI = -del(f) of xi. അങ്ങനെ ഇപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ആ ഒരു സംഭവം കണ്ടുപിടിക്കണം. എന്നിട്ട് പുതിയ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിനകത്ത് λi എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ഇക്വേഷനും തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ xi+1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കിട്ടുമെന്ന് പറയില്ലേ, ആ പോയിന്റിന്റെ വെച്ചിട്ട് ആ പോയിന്റ് ഗ്രേഡിയന്റിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണെങ്കിൽ കിട്ടുന്നതെങ്കിൽ അത് 0യോ അപ്രോക്സിമേറ്റ്ലി 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ഒപ്റ്റിമൽ മിനിമം പോയിന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഐട്രേഷൻ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്റ്റീപ്പസ്റ്റ് ഡിസെന്റ് മെത്തേഡ് ഫോർ f(h1, h2) ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നാ പറഞ്ഞ? ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുക്കുക. ഇവിടെ f(h1, h2) ആ. അപ്പൊ എങ്ങനെ ഗ്രേഡിയന്റ് എടുക്കുന്നത്? del(f) = ∂f/∂h1 എടുക്കണം, ∂f/∂h2 എടുക്കണം. അതോടെ ഗ്രേഡിയന്റ് കണ്ടുവച്ചു. പിന്നെ ഹേഷ്യൻ മെട്രിക്സ് അറിയാലോ, h = ∂2f/∂h1², ∂2f/∂h1 h2, ∂2f/∂h2 പിന്നെ ∂2f/∂h2². ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നതാണ് iteration 1 എന്ന് കൊടുത്തിട്ട് find S1 at H1 = ഫസ്റ്റ് തന്നിരിക്കുന്ന പോയിന്റ് എന്താ? 0, 0. അതാണ് നമ്മുടെ H1 എന്ന് പറയുന്ന പോയിന്റ്. അതിൽ നമ്മുടെ del(f) നോക്കണം. അതായത് S1 എന്ന് പറയുമ്പോൾ -del(f1), അതായത് -del(f of H1). F1 എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു 0, 0 എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രേഡിയന്റ് നെഗറ്റീവ്, അതായത് നമ്മൾ ഓൾറെഡി അവിടെ del(f) കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ del(f)നകത്ത് 0, 0 ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അതായത് ഇവിടെ h1 h2 0, 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 -1 വരുന്നത്. അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ എന്താ? -1, 1. അതാണ് S1 എന്ന് പറയുന്നത്. ഇനി λ1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ S1 ട്രാൻസ്പോസ് × S1 S1 ട്രാൻസ്പോസ് × H × S1. S1 ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ -1, 1 എന്ന് പറയുന്നത് എന്താ? കോളം വെക്ടറാണ്. ഈ -1, 1 എന്ന് പറയുന്നത് എന്താ? കോളം വെക്ടർ. ആ കോളം വെക്ടറിനെ റോ ആക്കി എഴുതുന്നതാണ് അതിന്റെ ട്രാൻസ്പോസ് × H1. അതിന്റെ ഒരു -1, 1 ഡിവൈഡഡ് ബൈ H1 ട്രാൻസ്പോസിന്റെ ഹേഷ്യൻ മെട്രിക്സ് ഓർഡർ കണ്ടുപിടിച്ചിട്ടുണ്ട് 422 × -1, 1. ഈ ഒരു സാധനം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, അതാ λ1. എന്നിട്ട് ഇനി നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് പോയിന്റ് ഏതാ? H2. H2 = ഇങ്ങനെയാണ്, h1 + λ1 h1. h1 എന്താ? നമ്മുടെ ഒരു പോയിന്റ് 0, 0. അതിനെ
കോളം വെക്ടർ ആയിട്ട് എഴുതി പ്ലസ് ലാംഡ 1 ഇൻറ്റു ആ S1 എന്താ -1 അപ്പൊ നമുക്കൊരു ഇത് പോയിന്റ് കിട്ടും ഏതാ H2 -1 ഇനിയും ഡെൽ എഫ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ ഡെൽ എഫിനകത്തോട്ട് H1 H2 എന്തിട്ട് കൊടുക്കണം -1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ കോളം വെക്ടർ ഈ ഒരു സാധനത്തിന് നമുക്ക് ഇപ്പൊ 0.02 അല്ലെങ്കിൽ 0.04 രണ്ട് വാല്യൂ ഒരെണ്ണം 0 ഇട്ടിട്ട് മറ്റേത് 3ഓ 4ഓ വല്ല ആണെങ്കിൽ നമുക്ക് പറയാനൊക്കത്തില്ല രണ്ടും അപ്രോക്സിമേറ്റ്ലി 0 അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന കേസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അപ്രോക്സിമേറ്റ്ലി 0 ഓർ ഈക്വൽ മറ്റേത് ഈക്വൽ ടു 0 ആയാലും വന്നാലും കുഴപ്പമില്ല എന്തായാലും 0യുടെ അടുത്തുള്ള വാല്യൂ ആണ് രണ്ടെണ്ണമെങ്കിലും രണ്ട് വാല്യൂ 0യുടെ അടുത്താണെങ്കിൽ അത് ഒപ്റ്റിമൽ വാല്യൂ ആണ് അവിടെ കൊണ്ട് നിർത്താം ഇനി ഇവിടെ അങ്ങനല്ല -1 0യുടെ അടുത്താണോ അല്ല അപ്പൊ നോട്ട് ഈക്വൽ ടു 0 H2 is not optimum എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഐട്രേഷൻ തുടങ്ങാം നെക്സ്റ്റ് ഐട്രേഷൻ എങ്ങനെയാ തുടങ്ങുന്നത് S2 അതായത് നമ്മുടെ പുതിയ പോയിന്റ് കിട്ടി ഏതാ -1 ഇനി -1 ആരെ കണ്ടുപിടിക്കണം S2 കണ്ടുപിടിക്കണം വീണ്ടും ഡെൽ എഫിനകത്ത് ഏതാ പോയിന്റ് ഇട്ട് കൊടുക്കുക ഗ്രേഡിനകത്ത് ആ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് എടുക്കുക λ2 കണ്ടുപിടിക്കുക λ2 വെച്ചിട്ട് H3 കണ്ടുപിടിക്കുക വീണ്ടും നോക്കുക ഓപ്റ്റിമൽ പോയിന്റ് കിട്ടും അങ്ങനെ അത് റിപ്പറ്റീഷൻ ചെയ്ത് നമ്മൾ മാക്സിമം ഒരു 4 ഐട്രേഷൻ വരെ ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്യേണ്ട ഇവിടെ 4th ഐട്രേഷന് അപ്രോക്സിമേറ്റ്ലി 0 വാല്യൂ കിട്ടുന്നുണ്ട് 0.04 -0.04 അത് അപ്രോക്സിമേറ്റ്ലി 0 ആണ് അപ്പം ഏതാണോ അപ്രോക്സിമേറ്റ്ലി 0 കിട്ടുന്നത് അതാണ് എന്ത് ഒപ്റ്റിമൽ പോയിന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം എന്ന് പറയുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പെർഫോം 2 ഐട്രേഷൻ എന്ന് അങ്ങനെ ഇവിടെ പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് സൈസ് ആൽഫ ഈക്വൽ ടു 0.085 എന്ന് തന്നിട്ടുണ്ട് അതായത് ഇവിടെ ലാംഡ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതും ഒരു കാര്യം ഇവിടെ ലാംഡ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നേരത്തെ എങ്ങനെയായിരുന്നു ലാംഡ കണ്ടുപിടിച്ചത് ലാംഡ കണ്ടുപിടിച്ച എങ്ങനെ എസ് ട്രാൻസ്പോസ് എസ് ഡിവൈഡഡ് ബൈ എസ് ട്രാൻസ്പോസ് എച്ച് എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാ ഇവിടെ പക്ഷെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താ ഫിക്സ്ഡ് സ്റ്റെപ്പ് സൈസ് ആൽഫ ഈക്വൽ ടു 0.085 അതായത് ഇവിടെ ലാംഡ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ലാംഡയ്ക്ക് വരെ എന്തെന്ന് കൊടുത്താൽ മതി ആൽഫ കൊടുത്താൽ മതി ആൽഫ എന്ന് പറയുന്നത് 0.085 ആ വാല്യൂ ഇട്ട് ചെയ്താൽ മതി പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് 2 ഐട്രേഷൻ പെർഫോം ചെയ്താൽ മതി അങ്ങനെ ഇന്ന് ഇത്ര ഐട്രേഷൻ പെർഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി ആ 2 ഐട്രേഷൻ പെർഫോം ചെയ്ത് വെച്ചാൽ മതി ഇനിയും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇത് ഹോംവർക്ക് ആയിരുന്നു ഇത് ഞാൻ ഏകദേശം ഒരു 3-4 ഐട്രേഷൻ വരെ ചെയ്തു നോക്കി 5 ഐട്രേഷൻ വരെ ചെയ്തു നോക്കി പക്ഷെ ആൻസർ കിട്ടത്തില്ല അതായത് കുറച്ചുകൂടെ ചെയ്താലും ഒപ്റ്റിമൽ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ മിസ്സിനോട് ചോദിച്ചപ്പം പറഞ്ഞു അതൊരു മാക്സിമം ഒരു 3-4 ഐട്രേഷൻ വരെ ചെയ്താൽ മതി മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ അത്യാവശ്യം ആ ഒരു റേഞ്ചിക്ക് ആ ഒരു 3-4 ഐട്രേഷൻ ആകുമ്പോഴത്തേന് കിട്ടും ഇതങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യാനാണ് മിസ് പറഞ്ഞു അതാണ് അടുത്ത പിന്നെ നമുക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉണ്ട് കോൺഫ്ലക്സ് ഫംഗ്ഷൻ ഇനി കോൺവെക്സ് ഫംഗ്ഷനോടെ പറഞ്ഞെടുത്താം പിന്നെ ഇനി 3 ടോപ്പിക് കൂടെ എങ്ങാണ്ടേ ഉള്ളൂ സിംഗ്ലക്സ് മെത്തേഡും ലഗ്രാഞ്ച് മൾട്ടിപ്ലയറും പിന്നെ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് പോകാം അത്രയും കൂടെ ഉള്ളൂ കോൺവെക്സ് പ്രോഗ്രാമിംഗ് അങ്ങ് പറഞ്ഞു പോവാം ഒരു ചെറിയ സംഭവം ഇനി കോൺവെക്സ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് അത് എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കിയാൽ മതി ഇനി ചെക്ക് ദ കോൺവെക്സിറ്റി ഓർ കോൺകേവിറ്റി ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം ഹേഷ്യൻ മെട്രിക്സ് കണ്ടുപിടിക്കുക ഹേഷ്യൻ മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 2/2 ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് എലമെന്റ് D1 എന്ന് കൊടുക്കുക D1 ഈക്വൽ ഇവിടെ ഫസ്റ്റ് എലമെന്റ് ഏതാ A11 ഏതാ 2 അത് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക ഇനി D2 എങ്ങനെയാ നോക്കുന്നത് ഡിറ്റർമിനന്റ് എടുക്കുക 2 to 4 - 0 എന്താ 4 അത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തെന്ന് പറയാം പോസിറ്റീവ് ഡെഫിനിറ്റ് ആന്ന് പറയാം അതായത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് അപ്പൊ നമുക്ക് എന്ത് പറയാം ആ ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി കോൺവെക്സ് ആണ് ഇനിയും എന്താ അടുത്തതെന്ന് പറയുമ്പം ഒരു അടുത്ത ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അതിന്റെ ഹേഷ്യൻ കണ്ടുപിടിച്ചു എന്നിട്ട് പ്രിൻസിപ്പൽ മൈനർ നോക്കുക പ്രിൻസിപ്പൽ മൈനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാ ഫസ്റ്റ് എലമെന്റ് പ്രിൻസിപ്പൽ മൈനർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് അതെന്താ ഗ്രേറ്റർ ദാൻ 0 പിന്നെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 8 2 16 - 4 4 16 = 0 അതായത് ഒരു എലമെന്റ് 0യും മറ്റേ എലമെന്റ് ഗ്രേറ്റർ ദാൻ 0 അതായത് പോസിറ്റീവ് നമ്പർ കൊണ്ട് 0 ഉണ്ട് അപ്പൊ എങ്ങനെ പറയാം പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ സ്ട്രിക്ട്ലി കോൺവെക്സ് അല്ല പക്ഷെ കോൺവെക്സ് ആണ് അപ്പൊ കോൺവെക്സ് എന്ന് മാത്രം എഴുതിയാണ് ഇനി ഒരു 3/3 കേസ് വരുന്നുണ്ട് അപ്പോഴുള്ള ഹേഷ്യൻ മെട്രിക്സ് ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഹേഷ്യൻ മെട്രിക്സ് അതേപോലെ കണ്ടുപിടിക്കുക
ഇവിടെ വരുമ്പം 3/3 ആണെങ്കിൽ D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്. അതെന്ന് പറയുമ്പോൾ D1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ നമ്മുടെ പ്രിൻസിപ്പൾ -4 >0. D2 എന്ന് പറയുമ്പം ആ ഒരു എന്താ പറയാ ഫസ്റ്റ് ഫോർ എന്താ ആ ഒരു പ്രിൻസിപ്പൽ മൈൻഡിന്റെ ആ ഒരു ഇത് വരുന്നത് 4 1 1 2 ആ ഒരു എന്താ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അതായത് ആ ഒരു ഫസ്റ്റ് ആ പ്രിൻസിപ്പൽ മൈനറിന്റെ ആ ഒരു ഡിറ്റർമിനന്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ വരുന്നത് D3 എന്ന് പറയുമ്പം ആ ∇2 f(h), അതായത് ആ മൊത്തം മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അതായത് ആ കംപ്ലീറ്റ് മെട്രിക്സ് 4 1 -6 1 2 0 -6 0 4 അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അതായത് ∇2 f(h) എന്ന് പറയുന്നത് എന്താ ആ ഒരു വലിയ മെട്രിക്സ് നമ്മുടെ ഹേഷ്യൻ മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് പ്രിൻസിപ്പൽ മൈനർ നോക്കണം, പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന അതിന്റെ ഡിറ്റർമിനന്റ്, പിന്നെ ലാസ്റ്റ് എന്താ ഫുൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇത് മൂന്നും നോക്കി കഴിയുമ്പോൾ ഇവിടെ >0 വരുന്നുണ്ട്, ലെസ് വരുന്നുണ്ട്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് വന്ന എന്താ ഇൻഡെഫിനിറ്റ്. അതായത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ എന്താ നൈദർ കോൺവെക്സ് നോട്ട് കോൺകേവ്, കോൺവെക്സും അല്ല കോൺകേവും അല്ല, അങ്ങനെ കിടക്കുക. ഇനി കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞു കിടപ്പുണ്ട്. കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്തുവാ മിനിമം h1 + h2 സബ്ജക്റ്റ് കുറച്ച് കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. h1² + h2² <= 1, h1² <= h2, h1 h2 <= 0. അപ്പം നമ്മൾക്ക് ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(h1 h2) എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എങ്ങനെ കൊടുത്തു f(h1 h2). ബാക്കി കൺസ്ട്രെയിൻസിനെ എല്ലാം എങ്ങനെ കൊടുത്തു g1 (h1 h2), g2 (h2 h1 h2), g3 (h1), പിന്നെ g4 (h2). അത് അതിനകത്തുള്ള വേരിയബിൾ അനുസരിച്ച് ബ്രാക്കറ്റ് h1 h2 എന്ന് കൊടുക്കുന്നത്. ഇനി ഓരോന്നും എടുക്കുക. ഫസ്റ്റ് വൺ എന്താ g1 (h1 h2) എടുത്തു. g1 (h1 h2) എടുത്തിട്ട് അതിന്റെ ഹേഷ്യൻ മെട്രിക്സ് നോക്കി. അതിന്റെ ഹേഷ്യൻ മെട്രിക്സ് നോക്കുമ്പോൾ g1 (h1 h2), അതായത് h1² + h2² -1 <= 0. അതിന്റെ ഹേഷ്യൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത് അതിന്റെ ഹേഷ്യൻ നോക്കുമ്പോൾ 2 0 0 2 എന്ന് കിട്ടും. അതെന്താ പോസിറ്റീവ് ഡെഫിനിറ്റ് ആ കിട്ടി. അപ്പൊ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ എന്താ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എന്താ കോൺവെക്സ്. അങ്ങനെ എല്ലാ കൺസ്ട്രെയിന്റും കോൺവെക്സ് ആണോ നോക്കണം. ഇവിടെ സെക്കൻഡ് കൺസ്ട്രെയിന്റ് നോക്കുമ്പോ എന്താ അത് ആണെങ്കിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയുമ്പം നമ്മൾ കൺസ്ട്രെയിന്റ് അടുത്ത കൺസ്ട്രെയിന്റ് സെക്കൻഡ് കൺസ്ട്രെയിന്റ് എടുക്കുമ്പോൾ D1 > 0 D2 0 ചെയ്യുക. അപ്പൊ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് കോൺവെക്സ്. ഇനിയും വേറെ രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ g3 (h1) g4 (h2). അത് നമുക്ക് ഓൾറെഡി കണ്ടാലേ അറിയാം എന്താ അത് കോൺവെക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് h1 h2 മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇല്ല. അപ്പൊ അത് കോൺവെക്സ് ആണെന്ന് നമുക്ക് ഓൾറെഡി പറയാം. അപ്പം കോൺവെക്സ് ആണെന്ന് ഓൾറെഡി പറയാം. അപ്പൊ നമുക്ക് എങ്ങനെയാ ആ ഒരു കോൺവെക്സ് ആണെന്ന് പറയുമ്പോൾ അതായത് അത് ലീനിയർ ആണല്ലോ, ലീനിയറാ ആ രണ്ട് ഫംഗ്ഷൻ. അതായത് എല്ലാ ലീനിയർ ഫംഗ്ഷനും കോൺവെക്സാ. അപ്പം നമ്മുടെ ഫസ്റ്റ് രണ്ട് ഫംഗ്ഷനിൽ എന്താ പവർ 2 ആയിരുന്നു, അപ്പൊ അത് ക്വാഡ്രാറ്റിക് ആയിരുന്നു. അപ്പൊ നമുക്കത് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ രണ്ടിന്റെ ഹേഷ്യൻ എടുത്ത് നോക്കുക. g3 g4 എന്താ അതിന്റെ പവർ എന്തുവാ 1, അതായത് ലീനിയർ. അതുകൊണ്ട് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി കോൺവെക്സ്. അപ്പൊ എല്ലാം കോൺവെക്സ് ആണ്. അതുകൊണ്ട് എല്ലാ കൺസ്ട്രെയിന്റും കോൺവെക്സ് ആണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കോൺവെക്സ് ആണ്. അതുകൊണ്ട് കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താ കോൺവെക്സ് ആണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മാക്സിമൈസ് ചെയ്യാൻ. ഇതേപോലെ തന്നെ മാക്സിമൈസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്യുന്നതാണ് എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിനിമൈസ് ചെയ്യുന്നതാണ് എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ഫോം. മിനിമൈസ് അതിപ്പം സിംഗ്ലറ്റ്സ് മെത്തേഡിനായാലും ഓർത്ത് വെച്ചോണം. മിനിമൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോം. മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞാൽ (f∗) എടുക്കണം. അതായത് ഒന്നുമില്ല, തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ നെഗറ്റീവ് എടുക്കണം. ഇവിടെ ഇപ്പം മാക്സിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതാ 4h1 + 3h2. അതിന്റെ നെഗറ്റീവ് എടുക്കും. അപ്പൊ ഇങ്ങനെ വരും -4h1 -3h2. ഇനി കൺസ്ട്രെയിൻസിനെ എല്ലാം g1 (h), g2 (h), g3 (h) അങ്ങനെ എഴുതി വെച്ചു നമ്മൾ. ഇവിടെ അങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ >= (0), <= 0 അങ്ങനെ എഴുതുമ്പോൾ എന്താ അപ്പുറത്ത് എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിന് ഇപ്പുറത്തോട്ടാക്കണം. ഇപ്പൊ h1 + h2 <= 4 ആണെങ്കിൽ ആ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും h1 + h2 -4 <= 0. അങ്ങനെ എല്ലാം ആക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഇത്രയും നമ്മൾ ചെയ്തു. കൺസ്ട്രെയിൻസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളാണെങ്കിൽ എല്ലാം എന്താ
സെപ്പറേറ്റ് ആയിട്ട് 4 കൺസ്ട്രെയിൻസ് ആക്കി എഴുതി. പിന്നെ h1 പ്ലസ് h2 മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ അടുത്ത എന്താ h1 h2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 നമ്മൾ അപ്പുറത്തോട്ടാക്കുമ്പോൾ ഇങ്ങനെ വരും h1 h2 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ h1 h2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിനെ ലെസ് ദാൻ ആക്കുമ്പോൾ എന്താ അപ്പുറത്തൊരു മൈനസ് സൈൻ കൊടുത്താൽ മതി. പിന്നെ h1 h2 ഉള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് 2 ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് G3 G4 h1 h2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിനെ രണ്ടാക്കി എഴുതണം. h1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പിന്നെ h2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഫോം മിനിമൈസ് ആയതുകൊണ്ട് അത് ലെസ് ദാനിലാക്കണം. അപ്പൊ ലെസ് ദാനിലാക്കുമ്പോൾ എങ്ങനെ വരും മൈനസ് h1 മൈനസ് h2. അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. അപ്പം മിൻ എഫ് സ്റ്റാർ എന്ന് പറഞ്ഞ് മൈനസ് എടുക്കണം. നെഗറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരും മൈനസ് 4h1 മൈനസ് 3h2 എന്ന് വരും. ബാക്കിയെല്ലാം അതേപോലെ തന്നെ 4 കൺസ്ട്രെയിൻസും ഫംഗ്ഷൻ ആക്കി എഴുതി. എന്നിട്ട് ഓരോ ഫംഗ്ഷനും കോൺവെക്സ് ആണോ നോക്കണം. പിന്നെ ഓരോ ഫംഗ്ഷനും കോൺവെക്സ് ആണോ നോക്കുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് നോക്കി. ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾറെഡി എന്താ ലീനിയർ. h1 h2 ഡിഗ്രി എന്താ 1. ഇനി G3 G4 നോക്കിയാലും ഡിഗ്രി 1. G2 ഓഫ് h എന്ന് പറയുമ്പോൾ h1 h2 മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. h1ന്റെ ഡിഗ്രി എന്താ 1, h2ന്റെ ഡിഗ്രി 1. അത് രണ്ടും എന്താ മൾട്ടിപ്ലൈ ചെയ്തല്ലേ കിടക്കുന്നത്. അതായത് h1 h2 നടക്കുന്നത്. അപ്പൊ അതെന്താ ഡിഗ്രി 2 അവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഹേഷ്യൻ മെട്രിക്സ് എടുത്ത് നോക്കും. ആ ഒരു കൺസ്ട്രെയിന്റ് മാത്രം ഹേഷ്യൻ മെട്രിക്സ് എടുത്തിട്ട് D1 D2 നോക്കുമ്പോൾ എന്താ ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും, 0 കിട്ടും. അപ്പൊ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്, അതായത് അത് കോൺകേവ്. അങ്ങനെ ഒരു കൺസ്ട്രെയിന്റ് എങ്കിലും കോൺകേവ് ആയി കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഗീവൺ കോൺവെക്സ് പ്രോഗ്രാമിംഗ് പ്രോബ്ലം കോൺവെക്സ് അല്ല. അങ്ങനെ പിന്നെ വരുന്നത് ലഗ്രാഞ്ചിയൻ ഡുവൽ മെത്തേഡും ക്വാഡ്രാറ്റിക് നോക്കട്ടെ. ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് quadratic program problem കൂടെ പറഞ്ഞിട്ട് നിർത്താം. Quadratic program problem is a special class of non-linear optimization problem in which the objective function is quadratic and all constraints are linear. അതായത് നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്താ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക്കും ആണ്, കൺസ്ട്രെയിൻസ് അല്ല ലീനിയറും ആണ്. അങ്ങനെയുള്ള കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ജനറൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മിനിമം എഫ് ഓഫ് എച്ച് ഇസിക്കൽ ടു എച്ച് ട്രാൻസ്പോസ് ക്യൂ എച്ച് പ്ലസ് സി ട്രാൻസ്പോസ് എക്സ് subject to constraints h less than or equal to b, h greater than or equal to so h greater than or equal to 0. ഇനി q എന്ന് പറയുന്നത് ഇവിടെ qh ഒരു മെട്രിക്സ് ആണ്, n/n ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് qh. അത് സിമെട്രിക്കും ആയിരിക്കും, പോസിറ്റീവ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. പിന്നെ CUH എന്ന് പറയുന്നത് RN എന്ന് പറയുന്ന റീജിയനിൽ ബിലോങ് ചെയ്യുന്ന, B എന്ന് പറയുന്നത് RM-ലാണ്. അപ്പൊ A എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണെന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എയും ക്യൂവും മെട്രിക്സ് ആണ്, ബാക്കിയുള്ളതെല്ലാം CUH-ഉം RN-നോട് ബിലോങ് ചെയ്യുന്നതും, B എന്ന് പറയുന്നത് എന്താ ബിലോങ്സ് ടു RM-ഉം. ഇനി Q പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സിൻസ് Q ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് കോൺവെക്സ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ക്വാഡ്രാറ്റിക് പ്രോഗ്രാം. ഇതിന്റെ കേസിൽ Q നമ്മൾ പറഞ്ഞ എന്താ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് എന്ന് വെച്ചാൽ ഇത് കോൺവെക്സ് ആണ്. നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് എന്താ ക്വാഡ്രാറ്റിക് പ്രോഗ്രാം ആണോ നോക്കണം. അപ്പൊ ഇവിടെ മിനിമൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അതിന്റെ കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. അതിന്റെ QPP ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് മിനിമൈസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ മിനിമം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മിനിമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് നെഗറ്റീവ് വന്നിട്ട് കൊടുക്കണം. മാക്സിമൈസ് ചെയ്യാൻ പറയുമ്പോൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ മിനിമം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ കിടക്കുന്നത്, എച്ച് ട്രാൻസ്പോസ് ക്യൂ എക്സ് പ്ലസ് സി ട്രാൻസ്പോസ് എച്ച് അല്ലേ. എച്ച് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ റോ വെക്ടർ H1 H2, പിന്നെ അതിന്റെ കൂടെ എന്ത് വരും നമ്മുടെ എന്താ മിനിമം എക്സ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ്. ക്യൂ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് എന്ന് പറയുമ്പം അതെങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് h1² h2² കോഎഫിഷ്യൻസ് ഏതാ 3-ഉം h1² h2 h1² h2² കോഎഫിഷ്യൻസ് ഏതാ 3-ഉം 1-ഉം ആണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് -2 -3. ഇത് ഞാനിപ്പോ ജസ്റ്റ് നാളെ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് h1² h2² കോഎഫിഷ്യൻസ് ആ ഡയഗണൽ എലിമെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ h1 h2 കോഎഫിഷ്യൻസ് നോക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് കൺസ്ട്രെയിനകത്തു നിന്നാണ് തോന്നുന്നത്. ആ 1 വരുന്നതിനകത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ നമുക്ക് എന്താ എച്ച് കിടപ്പുണ്ട്. എച്ച് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ h1 h2 പ്ലസ്
പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സി ട്രാൻസ്പോസ്. സി ട്രാൻസ്പോസ് എന്ന് പറയുമ്പം നമ്മുടെ കൺസ്ട്രെയിൻ്റെ കേസ് പറയുന്നത്. കൺസ്ട്രെയിൻ്റ് നോക്കുമ്പം കൺസ്ട്രെയിൻ്റ് അല്ല, H1ൻ്റെ H2ൻ്റെയും കോഎഫിഷ്യൻസ്, അതായത് നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് H1ൻ്റെ H2ൻ്റെ കോഎഫിഷ്യൻസ് ഏതാ -2 -3. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു എക്സ് എന്താ H1 H2. പിന്നെ നമ്മളാണെങ്കിൽ സബ്ജക്റ്റ് ടു ഇനി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എങ്ങനെ? കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം ആ ഒരു 3H1 + 2H2 എന്നല്ലേ കിടക്കുന്നത്. അതിനെ നമ്മൾ എന്തെഴുതുക? ഒരു മെട്രിക്സ് ആക്കി എഴുതുക. 3H1 + 2H2 ≤ 6ഉം H1 + H2 ≤ 2. അതിന്റെ മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതുന്നത്? അതിന്റെ എല്ലാം കോഎഫിഷ്യൻസ് എടുക്കുക. 3 2 1 1. പിന്നെ വേരിയബിൾസ് ഏതാ? H1 H2 ≤ കോൺസ്റ്റൻസ് ഏതാ? 6ഉം 2ഉം. പിന്നെ H1 H2 ≥ 0 എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ എന്തെടുത്താൽ മതി? H1 H2 ≥ 0 എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത്ര. അതാണ് നമുക്കിവിടെ എന്തെന്ന് പറയുന്നത്, ഇവിടെ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പം ഇങ്ങനെ വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു 3 1 1 4 എന്ന് പറയുന്ന മെട്രിക്സ് ആ 1 1 വന്നതിനകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ബാക്കിയെല്ലാം ക്ലിയർ. ഇനി ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ് ഉണ്ട്. പിന്നെ കോൺവെക്സ് പറഞ്ഞു, ക്വാഡ്രാറ്റിക് പറഞ്ഞു, പിന്നെ കോൺവെക്സ് ഫംഗ്ഷൻ പറഞ്ഞു, ലഗ്രാഞ്ചയുടെ മെത്തേഡ് ഉണ്ട്, ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ് ഉണ്ട്, ലഗ്രാഞ്ച് ഉണ്ട്, ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉണ്ട്, ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ് ഉണ്ട്, പിന്നെ സിംഗ്ലറ്റ്സ് മെത്തേഡ് ഉണ്ട്. ഈ 3 ടോപ്പിക് കൂടെ ഉള്ളൂ. അത് ഞാൻ നാളെ പഠിപ്പിക്കാം. നാളെ വൈകുന്നേരം വെക്കണോ ഉച്ചയ്ക്ക് വെക്കണോ?